പഠനം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സഹകാരിയെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. സ്റ്റഡി മെറ്റീരിയൽ ആയാലും എല്ലാം ഞാൻ സഹകാരി മാത്രമേ നോക്കിയിട്ടുള്ളൂ. സഹകാരിയുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സക്സസ് സ്റ്റോറി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളിപ്പോൾ വന്നെത്തി നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലാണ്. ആറ്റിങ്ങലിൽ നമ്മുടെ പൂർണിമ പ്രകാശിന്റെ കുടുംബത്തോടൊപ്പം നമ്മളുള്ളത്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ 43ാം റാങ്ക് ഹോൾഡർ കൂടെയാണ് നമ്മുടെ പൂർണിമ. പൂർണിമയുടെ പഠന വിശേഷങ്ങളിലേക്കാണ് നമ്മൾ നിർത്തുന്നത്. നമ്മളെ കേരള ബാങ്കിൽ 725 കുറച്ച് ബാക്കിലോട്ട് പോയില്ലേ, നമുക്ക് ആ ഡെലീഷനൊക്കെ വന്നപ്പോഴത്തേക്കും 8 മാർക്കോളം പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുറേ കുട്ടികളെ അത് നന്നായിട്ട് ബാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ ഡ്രീം ജോബ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആദ്യ ഭാഗത്ത് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ അഡ്വൈസിൽ നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റും. ഇപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത് പൂർണിമ? നല്ല ഹാപ്പി ആയിട്ട് ഉണ്ട്. തുടക്കത്തിൽ ഫസ്റ്റ് ഞാൻ ഈ ഒരു JC-ക്ക് വേണ്ടിയാണ് PSC തന്നെ നോക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഇത്ര ഒരു റാങ്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ആദ്യത്തെ അറ്റംപ്റ്റിൽ നമ്മൾ ഡബിൾ ഡിജിറ്റ് റാങ്കിലേക്ക് വന്നേക്കാണ് അല്ലേ? ഓക്കെ, അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ബാക്കപ്പ് ആയിട്ട് ആരാ? ഫാമിലി തന്നെയാണ്. അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ്, ചേച്ചി. പിന്നെ എനിക്ക് സഹകാരി എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞു തന്നെ എന്റെ ഹസ്ബൻഡാണ്. ഈ പോലീസിലാണ്. അതെ, ഏത് ക്ലാസ്സിന് ജോയിൻ ചെയ്യണമെന്ന് ഇങ്ങനെ ഡൗട്ട് അടിച്ചിരുന്നപ്പം ഈ കോർപ്പറേഷൻ ബന്ധപ്പെട്ട എല്ലാവർക്കും സഹകാരിയാണ് നല്ലതെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ സഹകാരിയിലോട്ട് വരുന്നത്. വന്നിട്ട് നമുക്ക് ആദ്യം ഏത് ബാച്ചായിരുന്നു? നമ്മുടെ മെന്റർ ആരായിരുന്നു? അഞ്ജലി PS. അഞ്ജലി മിസ് ആയിരുന്നു മെന്റർ. അപ്പോൾ അഞ്ജലിയുടെ ഇന്ന് നമ്മളെടുത്ത സ്റ്റോറിയിൽ അഞ്ജലിയുടെ 3ാമത്തെ സ്റ്റോറിയാണ്. അഞ്ജലിക്ക് ഒരു വലിയ കൺഗ്രാറ്റ്സ്. കാരണം നമ്മൾ അഞ്ജലി പഠിക്കുന്നതിനോടൊപ്പം നമുക്ക് ഒരു മെന്റർഷിപ്പോട് കൂടി നമ്മുടെ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളെ കൈപിടിച്ച് ഉയർത്താനും കൂടെ നിങ്ങൾ കൊടുത്തൊരു എഫേർട്ട് വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിജയം ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് സമർപ്പിക്കുന്നത്? അച്ഛനും അമ്മയ്ക്കും തന്നെയാണ്. ഈ സഹകാരിലോട്ട് എത്തിച്ച എന്റെ ഹസ്ബൻഡിനും. അപ്പം അതിനോടൊപ്പം നിന്റെ ആ ഒരു പഠനത്തിന്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? പഠനം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സഹകാരിയെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. അവരുടെ സ്റ്റഡി മെറ്റീരിയൽ ആയാലും എല്ലാം ഞാൻ സഹകാരി മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് തന്നെ ഈ കോപ്പറേഷൻ ഞാൻ അഡീഷണൽ ഇലക്റ്റീവ് ആയിട്ടാണ് എഴുതിയെടുക്കുന്നത്. അപ്പം അങ്ങനെ കോപ്പറേഷന്റെ ബാക്ക്ഗ്രൗണ്ട് തീരെ കുറവായിരുന്നു. എന്നിട്ട് ഈ സഹകാരി കയറിയാണ് എനിക്ക് ഈ ഒരു കോപ്പറേഷൻ ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റിയത്. ഈ ഒരു സബ്ജക്ട് സ്ട്രാറ്റജിയിൽ പറയുമ്പോഴത്തേക്ക് നമുക്ക് റിവിഷന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഞാൻ സഹകാരിയുടെ റിവിഷൻ അത് എനിക്ക് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനത്തെ മോക്ക് ടെസ്റ്റ് അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ചോദിക്കുകയും ചെയ്തായിരുന്നു. രാജേഷ് സാറിന്റെ ക്ലാസ് ആയാലും എല്ലാം അത്രയ്ക്കും ടോപ്പ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പറഞ്ഞ പോലെ ആ ഒരു വീക്കിലി എക്സാമിനേഷനിലൊക്കെ നീ എത്രാമത്തെ റാങ്ക് വരെ എത്തിയിട്ടുണ്ട്? വീക്കിലി ഞാൻ അങ്ങനെ ഒരു 20-നകത്ത് വെച്ച് കിട്ടാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ സമയത്ത് വീക്കിലി ആണെന്നുണ്ടെങ്കിലും മന്ത്ലി എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ആ ഓരോ ഈച്ച് ആൻഡ് എവരി എക്സാമിനേഷൻ പെർഫോം ചെയ്യാന്നുള്ളതാണല്ലേ. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും, കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ആ കോൺഫിഡൻസ് തന്നെയാണ് നിങ്ങളുടെ വിജയത്തിന്റെ പിന്നിൽ. അപ്പോൾ 2 പരീക്ഷയിലും നിലവിൽ റാങ്കിലെത്തി നിൽക്കുകയാണ് നമ്മുടെ പൂർണിമ പ്രകാശ്. പൂർണിമ, നമ്മളെ എല്ലാവിധ ആശംസകളും. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. താങ്ക് യു.